ഫോളിക്കുലർ സ്റ്റഡി കഴിഞ്ഞ 2 മാസങ്ങളിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ. എന്നിട്ട് ഞങ്ങൾ പ്രഗ്നൻ്റ് ആയില്ല. എന്തായിരിക്കും റീസൺ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസം ഒരു കപ്പിള് ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു സംശയം ചോദിച്ചാണ്. മുമ്പും പല ആളുകളും ഇതേ സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണ് ഫോളിക്കുലർ സ്റ്റഡി, ഇത് എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, എന്തിനു ചെയ്യണം, എങ്ങനെ ചെയ്യണം, ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമോ, ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു ഡോക്ടർ കപ്പിൾ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫോളിക്കുലർ സ്റ്റഡി എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ഓവുലേഷൻ, അണ്ട ഉൽപാദനം, അണ്ടവിസർജനം, അണ്ടങ്ങൾ വികസിച്ച് വരുന്നതൊക്കെ ശരിയായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്തു നോക്കുന്ന ടെസ്റ്റ് മാത്രമാണ് ഫോളിക്കുലർ സ്റ്റഡി. ഇപ്പം ടെസ്റ്റ് എന്ന് പറയുമ്പം ബ്ലഡ് ടെസ്റ്റ് അല്ല, റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്കാനിങ്ങുകളാണ്. അടുപ്പിച്ചുള്ള ദിവസങ്ങളിലാണ് സ്കാനിങ്ങുകൾ ചെയ്യുക. അപ്പോൾ ആ ഒരു മാസത്തിൽ ഓവം അല്ലെങ്കിൽ അണ്ടം വികസിച്ച് വരുന്നുണ്ടോ, ഇത് പുറത്തേക്ക് ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് പൊട്ടിയിട്ട് അണ്ടവിസർജനം നടക്കുന്നുണ്ടോ, ഗർഭധാരണത്തിന് സാധ്യതയുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഫോളിക്കുലർ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും. വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ യൂട്രസ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ യൂട്രസ് ഇത് നമ്മുടെ 2 അണ്ടാശയങ്ങൾ, നമുക്ക് 2 സൈഡിലായിട്ട് 2 അണ്ടാശയങ്ങൾ ഉണ്ടാകും. ഒരു റൈറ്റ് ഓവറിയും ഒരു ലെഫ്റ്റ് ഓവറിയും. ഓക്കെ, അപ്പോൾ ഒരു മാസം റൈറ്റിൽ നിന്നാണെങ്കിൽ മിക്കവാറും അടുത്ത മാസം നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് ലെഫ്റ്റ് ഓവറിൽ നിന്നായിരിക്കും. ഓരോ പെൺകുട്ടികളും ജനിക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫ് ടൈമിൽ എത്ര അണ്ടങ്ങൾ ഉണ്ടാവണോ അത്രയും അണ്ടങ്ങളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ എല്ലാ അണ്ടങ്ങളും മെച്ചുവർ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല, പാകപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. ഇമ്മച്ചുവർ ആയിട്ടുള്ള, ബീജമായിട്ട് കൂടിച്ചേരാൻ പക്വമല്ലാത്ത രീതിയിലാണ് എല്ലാ അണ്ടങ്ങളും ജനന സമയത്തുണ്ടാകുന്നത്. പിന്നീട് കൗമാരക്കാലമൊക്കെ ആകുന്ന സമയത്ത് ഓരോരോ അണ്ടങ്ങളായിട്ട് ഓരോ മാസം, അത് ചിലപ്പം ഈ ഒരു സൈഡിലുള്ള ഓവറിയിൽ നിന്നാവാം, ചിലപ്പം ഈ ഒരു സൈഡിൽ നിന്നുള്ള ഓവറിയിൽ നിന്നാകാം വികസിച്ച് വരുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നതൊക്കെ ആ ഓവംസ് ആണ്. ഇത് ഓരോരോ ഓവങ്ങളായിട്ട് വികസിച്ച് സൈസ് വലുതായി ഫോളിക്കിൾ എന്ന് പറയുന്ന ഒരു ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സഞ്ചി മാതിരിയുള്ള ഒരു സ്ട്രക്ചറിലാണ് ഓരോ അണ്ടങ്ങളും ഉണ്ടാകുന്നത്. ഈ ഓവത്തിനെ ക്യാരി ചെയ്യുന്ന ഫോളിക്കിൾസ് ഓരോ മാസവും ഓരോന്ന് മാത്രം കേട്ടോ വികസിച്ച് വന്ന് അവസാനം നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന ദിവസമാകുമ്പോൾ, അതായത് 28 ദിവസം കൂടുമ്പോൾ മെൻസസ് ആകുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ 14ാമത്തെ ദിവസം ഈ ഫോളിക്കിൾ റപ്ചർ ആവും, അതായത് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഓവം അല്ലെങ്കിൽ അണ്ടം പുറത്തേക്ക് വരും. അണ്ടാശയങ്ങളിൽ നിന്ന് പുറത്ത് വരുന്ന ഓവത്തിനെ അല്ലെങ്കിൽ അണ്ടത്തിനെ നമ്മുടേതായ ഫലോപ്പിയൻ ട്യൂബ് വഴി ട്യൂബ് ക്യാപ്ചർ ചെയ്യും. ട്യൂബ് പിടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ കടത്തിവിട്ട് ഏകദേശം ഈ ഒരു സ്ഥലത്തൊക്കെ വെച്ചിട്ടാണ് ബീജവുമായിട്ട് സങ്കലനം നടക്കുന്നത്. സ്പേം താഴെ നിന്ന് കയറി വന്ന് ഈ ഒരു സ്പോട്ടിൽ സ്പേം ഇവിടെ എത്തണം, ഓവം ഇതിലൂടെ കയറി ഈ ഒരു സ്പോട്ടിലെത്തുന്ന സമയത്തായിരിക്കും അവർ മീറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞുണ്ടാവാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം നോർമലായിട്ട് എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ 28 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോൾ പീരിയഡ്സ് വരണം. അത്തരത്തിൽ പീരിയഡ്സ് വരുന്ന ഒരു സ്ത്രീയിൽ 14ാമത്തെ ദിവസമാണ് നമ്മൾ ഈ ഒരു ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടവിസർജനം നടക്കുന്നത്. PCOD പോലുള്ള കണ്ടീഷൻസിൽ, തൈറോയ്ഡ് രോഗങ്ങളിൽ, പ്രൊലാക്റ്റിൻ കൂടുതലാകുന്ന ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ പോലുള്ള കണ്ടീഷൻസിൽ, അമിതവണ്ണമുള്ള സ്ത്രീകളിൽ, ദീർഘനാളായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ടി വരുന്നവർക്ക്, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ സ്ട്രെസ് എടുക്കേണ്ടി വരുന്നവർക്കൊക്കെ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കാതിരിക്കാം. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത ഉണ്ടാകുന്ന സമയത്ത്, കുട്ടികൾ ഉണ്ടാകാത്ത ഒരു സമയത്ത് ഡോക്ടേഴ്സ് മിക്കവാറും സ്കാനിങ്ങിന് എഴുതും സമയത്ത് എന്തെങ്കിലും ഗർഭപാത്രത്തിന് എന്തെങ്കിലും സാധാരണ സ്കാനിങ് കേട്ടോ, USG ആബ്ഡമൻ പെൽവിസോ അല്ലെങ്കിൽ ട്രാൻസ് വജൈനൽ സ്കാനോ, വജൈനയുടെ ഉള്ളിലൂടെയുള്ള സ്കാനും ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പോൾ ഈ 2 സ്കാനിങ്ങിലൂടെയും നോക്കുന്നത് നമ്മുടെ യൂട്രസിനോ, ഫെലോപ്പിയൻ ട്യൂബ്, അതുപോലെ തന്നെ നമ്മുടെ ഈ അണ്ടാശയങ്ങൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. PCOD പോലുള്ള കണ്ടീഷൻസിലൊക്കെ സ്കാനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും PCOD ഉണ്ട് എന്നുള്ളത്. അത്തരം കേസസിലൊന്നും മിക്കവാറും കേസസിൽ ഓവുലേഷൻ നടക്കുന്നുണ്ടാവില്ല. PCOD തൈറോയ്ഡ് രോഗങ്ങളിലൊക്കെ തന്നെ മെൻസസും ഇറഗുലർ ആയിരിക്കും.
പലപ്പോഴും ആയിരിക്കും അവർക്ക് മെൻസസ് കിട്ടുന്നത്. അപ്പോൾ ഈ മെൻസസ് കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെയൊക്കെ ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സാണ്. പേഷ്യൻറ്റിൻ്റെ മുഴുവൻ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പരിശോധിക്കും, അവർക്ക് മെഡിസിൻസ് കൊടുക്കും. വിത്തിൻ മന്ത്സ്, ആദ്യത്തെ 2-3 മാസം കൊണ്ട് തന്നെ മിക്കവാറും കേസസിൽ നമുക്ക് പീരിയഡ്സ് ഒക്കെ റെഗുലറൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അവർക്ക് പീരിയഡ്സ് എല്ലാ മാസം വരും. പീരിയഡ്സ് വന്നാലും ചില കേസസിൽ ഓവുലേഷൻ നടക്കാണ്ടിരിക്കാം. പ്രത്യേകിച്ച് PCOD പോലുള്ള കണ്ടീഷൻസിൽ ഹോർമോൺ ഗുളികകൾ, അല്ലേ, അലോപ്പതിയിലെ ട്രീറ്റ്മെൻറ്റ് ഹോർമോൺ ഗുളികകളാണ്. ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ നമുക്കറിയാം 21 ഡേയ്സ് ഹോർമോൺസ് എടുക്കുന്നു. ആ ഹോർമോൺസ് നിർത്തുന്ന സമയത്ത് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊരിക്കലും നോർമലായിട്ടുള്ള ഒരു പീരിയഡ്സ് അല്ല. ഇങ്ങനെ മെൻസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പീരിയഡ്സ് കിട്ടുന്ന സമയത്ത് മിക്കവാറും അത് അനോവുലേറ്ററി സൈക്കിൾസ് ആയിരിക്കും. അതായത് ആ ഒരു സൈക്കിൾ 28 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് മെൻസസ് വരുന്നുണ്ടെങ്കിൽ കൂടി ഓവുലേഷൻസ് നടക്കാതിരിക്കാം. അത്തരം കണ്ടീഷൻസിലൊക്കെയാണ് നമുക്ക് ഇറഗുലറായിട്ട് പീരിയഡ്സ് ഉണ്ടാകുന്ന കണ്ടീഷൻസിലാണ് മിക്കവാറും നമ്മൾ ഈ ഒരു ഫോളിക്കുലർ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ എപ്പോഴാണ് ഫോളിക്കുലർ സ്റ്റഡി നടത്തേണ്ടതെന്ന് വെച്ചാൽ, റെഗുലറായിട്ട് പീരിയഡ്സ് ഉള്ള ഒരാളാണ്, 20 ഡേയ്സ് കൂടുമ്പോൾ പീരിയഡ്സ് ഉള്ള ആളാണ്, എന്നിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ല. അത്തരം കേസസിലും നമ്മളിത് ചെയ്യിക്കും. എല്ലാ മാസവും കറക്റ്റായിട്ട് എനിക്ക് പീരിയഡ്സ് ആവുന്നുണ്ട് ഡോക്ടറെ, പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നില്ല. ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് നോക്കി, അതും നോർമലാണ്, പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്ന കേസസിലും നമ്മൾ എന്തായാലും ഫോളിക്കുലർ സ്റ്റഡിക്ക് വിടും. കാര്യം ഈ നടക്കുന്ന സൈക്കിൾസ്, ആൾക്ക് കിട്ടുന്ന പീരിയഡ്സ് ഓവുലേറ്ററി ആണോ, അതായത് ഓവുലേഷൻ നടക്കുന്നുണ്ടോ, അണ്ടവിസർജനത്തോടു കൂടിയുള്ള പീരിയഡ്സ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളിക്കുലർ സ്റ്റഡിക്ക് വിടും. അപ്പോൾ അത്തരം കേസസിലെല്ലാം നമ്മൾ 28 ദിവസം കൂടുമ്പോൾ പീരിയഡ്സ് ആകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പറയാറുള്ളതെന്ന് വെച്ചാൽ, പീരിയഡ്സ് ആകുന്ന ഡേ ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് ഇപ്പോൾ പീരിയഡ്സ് ആകുന്ന ഒരു ദിവസം, ആ ദിവസത്തെ നമ്മൾ 1 കൗണ്ട് ചെയ്യാനായിട്ട് പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തെ കലണ്ടറിൽ നോക്കാം. ഇപ്പോൾ ഏപ്രിൽ 10-ാം തീയതിയാണ് ഒരു സ്ത്രീക്ക് മെൻസസ് ആയതെന്ന് വിചാരിക്കുക. ആ 10-ാം തീയതി നമ്മൾ 1 കൗണ്ട് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ, 10-ാം തീയതി 1 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 20-ാം തീയതി ആകുമ്പോഴത്തേക്കും 11-ാമത്തെ ദിവസമായി. 11-ാമത്തെ ദിവസം അല്ലെങ്കിൽ 10-ാമത്തെ ദിവസം തൊട്ട് തലേ ദിവസവും നമുക്ക് ചെയ്യിക്കാം. ഒരു സ്കാൻ ചെയ്യാൻ പറയും. അത് ട്രാൻസ് അബ്ഡോമിനൽ ആവാം, പുറത്തൂടെയുള്ള സ്കാൻ ആവാം, ട്രാൻസ് വജൈനൽ സ്കാൻ, ഉള്ളിലൂടെയുള്ള സ്കാൻ ആവും. എപ്പോഴും ഉള്ളിലൂടെയുള്ള സ്കാനാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷെ പല സ്ത്രീകൾക്കും ഉള്ളിലൂടെയുള്ള സ്കാൻ പറയുമ്പോൾ ഒരു മടിയാണ്. സത്യം പറഞ്ഞാൽ അത് മടിയും പേടിയൊന്നും വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. വളരെ ചെറിയൊരു പ്രോബ് വജൈനയിലൂടെ ഇൻസേർട്ട് ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. പേടിക്കാനൊന്നും തന്നെ ഇല്ല, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടാവില്ല. കുറേ കൂടി ക്ലിയർ ആയിട്ട് ഉള്ളിലുള്ള അവസ്ഥ മനസ്സിലാകാൻ നല്ലത് എപ്പോഴും ട്രാൻസ്വജൈനൽ സ്കാനാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡോക്ടർ ട്രാൻസ്വജൈനൽ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ, ഉള്ളിലുള്ള സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് തന്നെ പ്രിഫർ ചെയ്യുക കേട്ടോ. പിന്നെ അതല്ല, നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ട്രാൻസ് ആബ്ഡോമിനലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 10-ാമത്തെ അല്ലെങ്കിൽ 11-ാമത്തെ ദിവസം ട്രാൻസ് ആബ്ഡോമിനൽ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് റൈറ്റ് ഓവറി നോക്കും, ലെഫ്റ്റ് ഓവറി നോക്കും, യൂട്രസ് ഗർഭപാത്രത്തിലെയും അവസ്ഥകൾ നോക്കും. റൈറ്റ് ഓവറിയിൽ ഏറ്റവും വലിയ, അതായത് വലതുവശത്തുള്ള അണ്ടാശയത്തിൽ ഏറ്റവും വലിയ ഫോളിക്കിൾ ഏതാണെന്ന് നോക്കും, ലെഫ്റ്റിലും നോക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ എന്തായാലും ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഫോളിക്കിൾ നോർമൽ കേസസിൽ വേണം, ചില കേസസിൽ ഉണ്ടാവില്ല. അപ്പം ഉള്ള കേസാണെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള കുറച്ച് അധികം കമ്പാരറ്റീവ്ലി കുറച്ച് വലിപ്പം കൂടുതലുള്ള ഒരു ഫോളിക്കിൾ നമുക്ക് ഇടത്തോ വലത്തോ ഉള്ള ഓവറിയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ഒരു 2 or 3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരാൻ പറയും. അതായത് 12-ാമത്തെയോ 13-ാമത്തെയോ ദിവസം ഒന്നുകൂടി വന്ന് സ്കാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയും. സെയിം സ്കാനിങ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ മുമ്പത്തെ നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോളിക്കിൾ ഉണ്ടല്ലോ, ആ ഫോളിക്കിളിൻ്റെ സൈസ് വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ, കൂടിയിട്ടുണ്ടോ, വളർച്ച വെച്ചിട്ടുണ്ടോ, അണ്ടത്തിന് വികസനം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് തൊട്ടടുത്ത ദിവസം നമ്മൾ ഈ ഒരു സ്കാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുന്നത്. അതുപോലെ തന്നെ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതും നോക്കും. അപ്പോൾ നോർമലായിട്ടുള്ള കേസാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളർച്ച വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ വളർച്ച വന്ന കേസാണെങ്കിൽ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയും. 15th 16th ഡേ ഒക്കെ ആകുമ്പോൾ വീണ്ടും ഒന്നുകൂടി വന്നിട്ട് സ്കാൻ ചെയ്തോളൂ എന്ന് പറയും. ആ നോക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഓവുലേറ്റ് ചെയ്യുന്ന കേസാണെങ്കിൽ നമുക്ക് ഒരു 16
അതിൻ്റെ മേലെ 16 mm മേലെ സൈസ് കാണിക്കും. 18-20 ഒക്കെ സൈസ് കാണിക്കും. 18-20 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കാൻ വേണ്ടുന്ന ഒരു സൈസാണത്. അല്ലെങ്കിൽ ആ ഒരു ഡേ ആകുമ്പോഴത്തേക്കും റപ്ചർ ചെയ്തിട്ടുണ്ടാവും, ഫോളിക്കിൾസ് റപ്ചർ ചെയ്തിട്ടുണ്ടാവും. അതായത് ഫോളിക്കിൾ പൊട്ടി അണ്ടം പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു പൊട്ടിയിട്ടുള്ള ഫോളിക്കിളിനായിരിക്കും സ്കാൻ ചെയ്യുന്ന ഡോക്ടറിന് കാണാനായിട്ട് പറ്റുക. ഇനി നമ്മൾ ആദ്യത്തെ സ്കാൻ നോക്കി, ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്കാൻ. ആദ്യത്തെ ദിവസം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ള ഫോളിക്കിൾസിനെ ഒന്നും കാണുന്നില്ല. റൈറ്റ് സൈഡിലും ഇല്ല, ലെഫ്റ്റ് സൈഡിലും ഇല്ല. അങ്ങനത്തെ ഒരു കേസാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് 2 ദിവസം കഴിയുമ്പം റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയത്തില്ല. നമ്മൾ അവരുടെ അടുത്ത് പറയും വെയിറ്റ് ചെയ്യാം, ഒരു 4 ദിവസം കഴിയട്ടെ, 4 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാമെന്ന് പറയും. 4 ദിവസം കഴിയുമ്പം നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടിയും സൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത സ്കാൻ ചെയ്യാൻ പറയും. 2 ദിവസം കൂടി കഴിയുമ്പോൾ വീണ്ടും സ്കാൻ ചെയ്യാൻ പറയും. അപ്പം നമുക്ക് ലേറ്റ് ആയിട്ട് സൈക്കിൾസ് നടക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇനി രണ്ടാമത് നമ്മൾ നോക്കിയപ്പോഴും ഡോമിനൻ്റ് ഫോളിക്കിൾ ഇല്ലെങ്കിൽ വീണ്ടും അവരോട് ഒരു 3-4 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ശേഷം മാത്രമേ അടുത്തൊരു സ്കാൻ ചെയ്യിക്കത്തുള്ളൂ. ഇനി ഓവുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ചേഞ്ചസ് കാണാൻ പറ്റും എന്നുള്ളത് നോക്കാം. സ്കാൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ റപ്ചർ ചെയ്തിട്ടുള്ള പൊട്ടിയിട്ടുള്ള ഫോളിക്കിളിനെ കാണാനായിട്ട് പറ്റും. അങ്ങനെ റപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സാധനത്തിന് കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയുക. അതിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്യുന്ന ഡോക്ടർ നോക്കും. പിന്നെ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അണ്ടവിസർജനം നടന്നു കഴിഞ്ഞാൽ പൗച്ച് ഓഫ് ഡഗ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ പിറകിലായിട്ടുണ്ട്. അതൊരു ഫ്രീ സ്പേസ് ആണ്. അവിടെ ഫ്ലൂയിഡിൻ്റെ അളവ് കാണും, ചെറിയ രീതിയിൽ ദ്രാവകത്തിൻ്റെ അളവ് കാണും. അത് ഓവുലേഷൻ നടന്നു കഴിയുന്ന സ്ത്രീകളിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പം പലപ്പോഴും ഈ ഒരു ഫോളിക്കുലർ സ്റ്റഡി നടത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഫ്രീ ഫ്ലൂയിഡ് ഇൻ POD എന്ന് എഴുതിയിട്ടുണ്ടാവും. POD എന്ന് പറഞ്ഞാൽ പൗച്ച് ഓഫ് ഡഗ്ലസ് ആണ്. അപ്പോൾ അവിടെ ഫ്രീ ഫ്ലൂയിഡ് കാണുക എന്നുള്ളതും ഓവുലേഷൻ നടന്നിട്ടുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടിയിട്ടുണ്ടാകും, അതിന് ചെറിയ ചേഞ്ചസും വന്നിട്ടുണ്ടാവും. അതെല്ലാം ഡോക്ടർക്ക് നോക്കിക്കഴിഞ്ഞാൽ, സ്കാൻ ചെയ്യുന്ന ഡോക്ടർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ റിപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ ഒരു 35 ഡേയ്സിലൊക്കെ മെൻസസ് ആകുന്ന സ്ത്രീകളുണ്ടാവും. അവരുടെ നോർമൽ സൈക്കിൾ അതായിരിക്കും. 28 ദിവസം കൂടുമ്പോൾ പീരിയഡ്സ് ആവുക എന്നുള്ളതാവില്ല അവർക്ക് നോർമൽ. അവർക്ക് 35 ഡേയ്സ് കൂടുമ്പോഴായിരിക്കും. അവരുടെ അടുത്ത് ഈ 10ാമത്തെ ദിവസം തന്നെ പോയി സ്കാൻ ചെയ്യാൻ നമ്മൾ പറയത്തില്ല. നമ്മൾ അവരുടെ അടുത്ത് ഒരു 15th ഡേ മുതൽ അല്ലെങ്കിൽ 14th ഡേ മുതലൊക്കെ ആയിരിക്കും സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്കാനിങ്ങുകളാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു കൺസേൺ അല്ലെങ്കിൽ ടെൻഷനാണ്, ഇത്തരം റിപ്പീറ്റഡ് ആയിട്ട് സ്കാനിങ്ങുകൾ ചെയ്യും അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ സ്കാനിങ് ചെയ്യുന്നത് ശരീരത്തിന് ദോഷകരമാണോ? ഇനി നമ്മൾ എന്താണ് നോക്കുന്നത്, ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഓവുലേഷൻ നടന്നാലുള്ള ബെനിഫിറ്റ് എന്താണ്? ആ മാസം കൺസീവ് ആവാൻ, പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സ്കാനിങ്ങിന് എക്സ്പോസ് ആയിട്ടുള്ള എഗ്ഗ്, അണ്ടം പ്രഗ്നൻസിയിലേക്ക് പോകുന്ന സമയത്ത് ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് പല ആളുകൾക്കും ടെൻഷൻ ആവാറുണ്ട്. ആക്ച്വലി അങ്ങനത്തെ യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. സ്കാനിങ്ങുകൾ ഇതുവരെയുള്ള ഒരു പഠനപ്രകാരം നിങ്ങളുടെ ശരീരത്തിനോ കുഞ്ഞിനോ അല്ലെങ്കിൽ ഈ എഗ്ഗിൻ്റെ ക്വാളിറ്റിയെയോ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കുക. നിങ്ങളുടെ അടുത്ത് ഡോക്ടർ ഫോളിക്കുലർ സ്റ്റഡി അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് ചെയ്യാം. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 2 മാസങ്ങളിൽ കഴിഞ്ഞ 2 മാസങ്ങളിലും ഞങ്ങൾ ഫോളിക്കുലർ സ്റ്റഡി നടത്തി പക്ഷെ പ്രഗ്നൻസി കിട്ടിയില്ല എന്ന് വളരെ വിഷമത്തോടുകൂടി വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്താണ് പറയുന്നത്, ഇതിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ബോഡിയിൽ ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ്. അല്ലാതെ പ്രഗ്നൻസി ആകാനായിട്ട് പ്രത്യേകമായിട്ട് ഈ ഫോളിക്കുലർ സ്റ്റഡി നടത്തുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ പ്രഗ്നൻസിയിലേക്ക് നിങ്ങളുടെ ബോഡീനെ ബൂസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാം. നടക്കുന്നില്ലെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നില്ല എങ്കിൽ അതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് ഈ ഫോളിക്കുലർ സ്റ്റഡി നടത്താനായിട്ട് പറയുന്നത്. ഇനി ഓവുലേഷൻ നടക്കുന്ന കേസസ് ആണെങ്കിൽ നാച്ചുറലി അവർക്ക് കൺസീവ് ചെയ്യാനുള്ള സമയം കൊടുക്കും. അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി അത്തരം കേസസ് ഹോപ്പ്ഫുള്ളാണ്, കുറച്ചും കൂടി ഈസി ആയിട്ട് പ്രഗ്നൻ്റ് ആവും. ഇനി ഓവുലേഷൻ നടക്കാത്ത കേസാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ കറക്റ്റ് ചെയ്യണം. ഫോളിക്കുലർ സ്റ്റഡി നടത്തി നോക്കി, ഒരു രക്ഷയില്ല, ഓവുലേഷൻ നടക്കുന്നില്ല. അടുത്ത മാസം വീണ്ടും നമ്മൾ നടത്തി നോക്കി, വീണ്ടും ഓവുലേഷൻ നടക്കുന്നില്ല. അത്തരം കേസസിലൊക്കെ നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് എന്തായിരിക്കും? ഓവുലേഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്.
അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-ാം ദിവസം 12-ാം ദിവസം 14-ാം ദിവസമൊക്കെ പോയി ചെയ്തോ എന്ന് പറയണമെങ്കിൽ ആളുടെ പീരിയഡ് സൈക്കിൾ റെഗുലർ ആയിരിക്കണം. പീരിയഡ് സൈക്കിൾ റെഗുലർ അല്ലാത്ത PCOD പോലുള്ള ഹൈപ്പോതൈറോയിഡിസം പോലുള്ള സ്ട്രെസ്സുള്ള ആളുകളിലൊക്കെ കറക്റ്റ് ഈ ഒരു ഡേ സ്പോട്ട് ചെയ്യാനും അന്നത്തെ ദിവസം ചെയ്യിക്കാനുമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ നമുക്ക് ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോമിനന്റ് ഫോളിക്കിൾ ഇല്ലെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്ത് അടുത്തൊരു സ്കാൻ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. കോസ്റ്റ്ലി മീൻസ് സാധാരണ സ്കാനിങ്ങിൻ്റെ പൈസയേ ഉള്ളൂ, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു മാസം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസം ഫോളിക്കുലാർ സ്റ്റഡി നടത്തി. അത് വെച്ചിട്ട് നമുക്ക് ഏപ്രിൽ മാസം അണ്ടം വികസിക്കുന്നുണ്ടോ, വിസർജനം നടക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അടുത്തൊരു മാസം മെയ് മാസത്തിൽ ജൂൺ മാസത്തിൽ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ ഈ ഒരു മാസം നമുക്ക് ഓവുലേഷൻ കിട്ടി, നെക്സ്റ്റ് മന്ത് നമുക്ക് ഓവുലേഷൻ ഇല്ലാണ്ടിരിക്കാം, അതിൻ്റെ അടുത്ത മാസം നോക്കുമ്പോൾ വീണ്ടും ഓവുലേഷൻ ഇല്ലാണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരാം PCOD ഉള്ള കേസസിൽ പ്രത്യേകിച്ച്. അതുപോലെ തൈറോയ്ഡ് ഡിസീസ് ഉള്ള കേസസിലൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ വരാം. ചില മാസങ്ങളിൽ ഓവുലേറ്ററി നടക്കാം, ചില മാസങ്ങളിൽ അനോവുലേറ്ററി ആയിട്ടുള്ള സൈക്കിൾസ് നടക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ആ ഒരൊറ്റ മാസത്തെ അവസ്ഥ മാത്രമേ ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ, ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവരത് മുടക്കിയിട്ട് എല്ലാ ദിവസങ്ങളായിട്ട് പോകണം. 2-3-4 ദിവസം ലീവ് എടുത്ത് പോകേണ്ടി വരും. കൂടെ ഒരാൾ പോകണമെങ്കിൽ അവർ കൂടെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ലിമിറ്റേഷൻസേ ഇതിനുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ ബോഡിക്ക് യാതൊരു രീതിയിലുള്ള ഡാമേജസും ഈ ഒരു ഫോളിക്കുലാർ സ്റ്റഡി ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മൾ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് കുറച്ച് സീരീസ് പോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓവുലേഷൻ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കും, അത് എങ്ങനെയൊക്കെ അറിയാനായിട്ട് പറ്റുമെന്നൊക്കെ മുൻപേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം. ഫോളിക്കുലാർ സ്റ്റഡി നടത്തിയാലും ഓവുലേഷൻ നടക്കുന്നുണ്ടോ, എഗ്ഗ് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ആ എഗ്ഗിന് ക്വാളിറ്റി ഉള്ളതാണോ, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയുന്നില്ല. അപ്പം എഗ്ഗിൻ്റെ ക്വാളിറ്റി നന്നായാലേ നമുക്ക് പ്രഗ്നൻ്റ് ആയാലും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നാച്ചുറലി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.